എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇതിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 3 ഏത്തപ്പഴവും 1/4 കപ്പ് റവയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ വലിപ്പവും പഴുപ്പിനും അനുസരിച്ച് റവ ചേർക്കുന്നതിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. റവ എടുക്കുമ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയ ഏത് റവയും ഉപയോഗിക്കാം. ഏത്തപ്പഴമെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം കുറച്ച് മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തയ്ക്ക പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർക്കണം. ഏത്തപ്പഴം വെന്ത് വരുന്നത് വരെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു നുള്ള ഉപ്പാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത്രയും ചേരുവകൾ മാത്രമായിട്ട് ചേർത്തിരിക്കുന്ന ഈ കൂട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് വരും. ചേരുവകളെല്ലാം ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഭാഗം മനസ്സിലാകും. ഇവിടെ കുറച്ച് ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പ് റവ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 3 വലിയ ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് റവ ആവശ്യമായിട്ട് വരും. ഓരോരുത്തരും ഇതുപോലെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര റവ ചേർക്കണമെന്ന് മനസ്സിലാകും. റവ ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ റവയുടെ കളർ മാറുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യണം. ഒരു 6 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്ക് റവ നന്നായിട്ട് കഴിക്കാനുള്ള പാകത്തിന് വറുത്ത് കിട്ടും. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ റവ കറക്റ്റ് പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. റവയും ഏത്തപ്പഴവും കൂടിയുള്ള ഈ മിക്സ് കുഴച്ച് ബോളുകളാക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം ഇതിലെ ഏത്തപ്പഴത്തിൻ്റെയും റവയുടെയും അളവ്. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് അതിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഏത്തപ്പഴത്തിൻ്റെയും റവയുടെയും കൂടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്ക് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളാക്കി എടുക്കാം. ബോളുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്യുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇവിടെ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ബോളുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കോ മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ പുറംഭാഗം ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ അകമൊക്കെ ഏകദേശം വെന്ത് കിട്ടിയതുകൊണ്ട് ഇനി അകംഭാഗം വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.